ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഡിസംബർ 10 നമ്മളെല്ലാവരും ക്രിസ്തുമസിന് ഒരുക്കമായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിശുദ്ധി പ്രാപിക്കാൻ എന്തൊക്കെയാണ് മാർഗങ്ങൾ എന്ന് നമ്മൾ തന്നെ അന്വേഷിക്കുകയാണ്. അതിന് അന്ത്യകാലത്തിൻ്റെ ആ ഓർമ്മയും ഈശോയുടെ പ്രത്യക്ഷീകരണങ്ങളും മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളും ഒക്കെ ധ്യാനിച്ച് ഇനിയിപ്പോൾ ഈ അവസാന കാലഘട്ടത്തിൽ ഈശോ രണ്ടാമതും വരുന്നതിനേക്കാൾ മുൻപ് നീതിയുടെ പീഠത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ നമ്മൾ ഇപ്പോഴേ വിശ്വാസമുള്ളവർ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുന്നുണ്ട്. സാധാരണ പോകുന്ന ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ ക്ഷമിച്ച്, കുറച്ചുകൂടെ സഹിച്ച് വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും പുൽക്കൂട്ടിൽ പിറക്കുന്ന ആ ഉണ്ണീശോ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് പിറന്ന് കിട്ടണം. അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ഈ സമയത്ത് ഉണ്ണീശോയുടെ മനുഷ്യാവതാരം നടന്ന ആ സ്ഥലത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും അല്ലേ? ആ വീടിനെക്കുറിച്ച് നമ്മുടെ പരിശുദ്ധ അമ്മയും ഔസേപ്പിതാവും രണ്ടുപേരും കൂടി ആ പരിശുദ്ധ ആത്മാക്കൾ അങ്ങനെ നസ്രസിലെ നഗരത്തിൽ താമസിച്ച ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ വെച്ചാണ് മോക്ഷത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ദൈവദൂതൻ ഇറങ്ങി വന്ന് പരിശുദ്ധ അമ്മയോട് മംഗളവാർത്ത ചൊല്ലിയത്. അതായത്, ദൈവകൃപ നിറഞ്ഞവളെ, നിനക്ക് സ്തുതി, സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാകുന്നു, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം. പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ വരും, നീ ഗർഭിണിയാകും, ഒരു പുത്രനെ പ്രസവിക്കും. ഇതൊക്കെ പറഞ്ഞ ആ വീട് നസ്രത്തിൽ ഉണ്ടായിരുന്നു, യൂദയ രാജ്യത്തിലെ നസ്രസിൽ. ആ വീട്ടിൽ വെച്ചാണ് ഉണ്ണീശോ പരിശുദ്ധാമ്മയുടെ ഉദരത്തിൽ അവതാരം ചെയ്യുന്നത്. കുറേ നാൾ ഔസേപ്പിതാവും മറിയവും ആ വീട്ടിൽ വസിച്ചിട്ടുണ്ട്. അവർ കുറേ നാൾ താമസിച്ച വീട് എന്തുമാത്രം അനുഗ്രഹീതമായിരിക്കും. അവിടെ ആ വീടിൻ്റെ ഇഷ്ടികയിന്മേലും നിലത്തും ഒക്കെ തൊടുമ്പോഴും അത് വലിയ തിരുശേഷിപ്പ് പോലെ നമുക്ക് അനുഭവപ്പെടും. കാരണം ദൈവത്തിൻ്റെ അമ്മയും ദൈവവും താമസിച്ചിരുന്ന വീടാണത്. ഒരിക്കൽ വിശുദ്ധനായ ലൂയിസ് രാജാവ് 1253 തീർത്ഥയാത്ര കഴിച്ച് ഈ തിരുവീട് നമസ്കരിച്ച് വണങ്ങുന്നുണ്ടായിരുന്നു. ആ കാലത്ത് മഹമ്മദീയർക്ക് ശക്തി വർദ്ധിച്ചതുകൊണ്ട് അവർ കുറേ നഗരങ്ങൾ പിടിച്ചടക്കുകയാണ്. അതിൻ്റെ ശേഷം ഈ പുണ്യസ്ഥലം, ഈ വീടും കൂടി പിടിച്ചടക്കാനായിട്ട് അവർ തുടങ്ങി. അപ്പോൾ എല്ലാവരും ഭയപ്പെട്ടു. കാരണം ക്രിസ്ത്യാനികൾക്ക് ഈ വീട് അത്രയും പ്രാധാന്യമുള്ളതല്ലേ. പക്ഷേ ദൈവം നിഷ്പ്രയാസം ആ വീടിനെ രക്ഷിച്ചത് എങ്ങനെയാണെന്നോ? എല്ലാ അത്ഭുതങ്ങളും ചെയ്യുന്ന സർവേശ്വരൻ ഈ തിരുഭവനം അതിരുന്ന സ്ഥലത്തു നിന്നും എടുക്കപ്പെട്ട് ആദ്യം സ്ലവോനിയ ദേശത്തിലും പിന്നീട് ഇത്താലിയ രാജ്യത്തിലുള്ള ലോരത്ത് എന്ന നഗരിയിലും സ്ഥാപിതമായി. ലോരത്ത് പട്ടണത്തിൽ നസ്രത്തിലെ ഈശോയുടെ മനുഷ്യാവതാരം നടന്ന ആ വീട് അങ്ങനെ തന്നെ മാലാഖമാരെടുത്ത് ലോരത്ത് എന്ന പട്ടണത്തിൽ സ്ഥാപിച്ചു. ആദ്യം സ്ലവോനിയ എന്ന രാജ്യത്തിലാണ് ഇത്ര സ്ഥാപിച്ചത്. പിന്നീട് അവിടെ നിന്ന് ലോരത്തിലേക്ക് എടുത്തു മാറ്റി മാലാഖമാർ. ഈ അത്ഭുത കൃത്യം നടന്നത് 5-ാം സെലസ്തിനോസ് മാർപ്പാപ്പയുടെ കാലത്താണ്. മാർപ്പാപ്പ അവിടെ പോയി അവിടെ കാണപ്പെട്ട ചെറിയ ഭവനം മുമ്പ് നസ്രസ് എന്ന നഗരിയിലെ പൂജ്യതയോടെ വണങ്ങി വന്ന ചെറിയ വീട് തന്നെയാണെന്ന് വിളിക്കപ്പെട്ടതിൻ്റെ ശേഷം വിശ്വാസികൾ വളരെ ആനന്ദത്തോടെ, വളരെ ഭക്തിയോടെ ഈ വീടിനെ ബഹുമാനിച്ചു തുടങ്ങി.
ആ വീട് കൊച്ചു വീടായതുകൊണ്ട് ജനങ്ങളിങ്ങനെ ഒഴുകി ഒഴുകി അങ്ങോട്ട് വരികയും അത് വെറുതെ വരികയല്ല, അവിടെ വരുന്നവർക്കൊക്കെ വലിയ അത്ഭുതങ്ങൾ നടക്കുകയാണ്. അങ്ങനെയാണ് അത് ആ വീട് തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നത്. പിന്നെ ധാരാളം ആളുകൾ വന്നു തുടങ്ങിയപ്പോൾ അതിന് ചുറ്റും വലിയ പള്ളികളൊക്കെ സ്ഥാപിച്ചു. ഇന്നും ഈ ലോരേത്ത് പട്ടണത്തിലേക്ക് ഈ വീട് കാണാൻ, നസ്രസിലെ വീട് കാണാൻ ലക്ഷങ്ങൾ ഒഴുകി ഒഴുകി വരികയാണ്. ഇന്ന് ലോരറ്റ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. നമുക്ക് അതൊക്കെ കാണാൻ, നമുക്കല്ല എന്നെപ്പോലെയുള്ളവർക്കൊക്കെ അത് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് വേണം? ദൈവമാതാവിൻ്റെ നാമത്തിലുള്ള ഏതെങ്കിലും പള്ളിയിൽ ഇരുന്നിട്ട് വിശ്വസിക്കുക, ഇവിടെ മാതാവുണ്ട്, ഈശോയുണ്ട്, ഔസേപ്പിതാവുണ്ട്, ഇത് ലോരേത്ത് വീടാണെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ ചെയ്യാലോ. ഇന്ന് ലോരേറ്റ മാതാവിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ഈ ക്രിസ്തുമസ് ദിനങ്ങളിൽ ഈ ഒരു വീടിൻ്റെ ഓർമ്മ വലിയ പ്രാധാന്യമുണ്ടല്ലേ. ആദ്യമായിട്ട് നിൻ്റെ ഉദരത്തിലൊരു കുഞ്ഞ് വരുന്നു എന്ന് പറഞ്ഞ ആ വീടാണ് ഇപ്പോൾ ലോരേറ്റ പട്ടണത്തിലുള്ളത്. നമുക്കിന്ന് ലോരേറ്റ മാതാവിനോട് പ്രാർത്ഥിക്കാം. നിൻ്റെ ഉള്ളിൽ ഈശോ വന്നതുപോലെ ഈ ദിവസങ്ങളിൽ ഉണ്ണീശോയെ ഞങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. പരിശുദ്ധ ലോരേറ്റ മാതാവേ, ഞങ്ങളുടെ ഹൃദയത്തിലും ഉണ്ണീശോ പിറക്കാൻ ഞങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നസ്രസിലിരുന്ന ആ കൊച്ചു വീട് ലോരേറ്റ പട്ടണത്തിൽ ഇപ്പോൾ ഇരിക്കുന്നു എന്നും അവിടെയാണ് മനുഷ്യാവതാരത്തിൻ്റെ അറിയിപ്പ് വന്നതും ആദ്യം മനുഷ്യാവതാരം നടന്നതും. ഇത് നമുക്ക് ധ്യാനിച്ച് നമ്മുടെ ഹൃദയമാകുന്ന വീട്ടിലും ഉണ്ണീശോ പിറക്കാൻ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമ്മുടെ ചെറിയ ചെറിയ തെറ്റുകളും വാശികളും പിന്നെ നമ്മുടെ ജീവിതത്തിലുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ തന്നെ ഒന്ന് ചികഞ്ഞു നോക്കി അതൊക്കെ മാറ്റാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി മാതാവിനോട് മാധ്യസ്ഥം ചോദിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും, തീർച്ചയാണ്. ഉണ്ണീശോ നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. നമുക്ക് ആഗ്രഹം ഉണ്ടായാൽ മതി. 100% പെർഫെക്റ്റ് ആയില്ലെങ്കിലും നിരാശപ്പെടേണ്ട. ഉണ്ണീശോ കരുണയുള്ളവനാണ്. നമ്മുടെ കുറവുകളൊക്കെ നിറവുകളാക്കാൻ ഈശോയ്ക്ക് 1 മിനിറ്റ് മതി. അനുദിന തെറ്റുകളുടെ പരിഹാര ജപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയല്ലേ: നിത്യപിതാവേ, ഇന്നും എൻ്റെ കഴിഞ്ഞ ജീവിതകാലം മുഴുവനിലും ഞാൻ ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി കർത്താവ് ഈശോ മിശിഹായുടെ തിരുഹൃദയത്തെ എല്ലാ പാടുപീടുകളോടും സ്നേഹത്തോടും യോഗ്യതയോടും കൂടി അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. അതുപോലെ രണ്ടാമത്തെ പ്രാർത്ഥനയാണ്: നിത്യപിതാവേ, ഇന്നും എൻ്റെ കഴിഞ്ഞ ജീവിതകാലം മുഴുവനിലും ഞാൻ ചെയ്തു പോയ നന്മകളിലുള്ള കുറവുകളെ പരിഹരിക്കുവാൻ കർത്താവ് ഈശോ മിശിഹായുടെ തിരുഹൃദയത്തെ എല്ലാ പീഡകളോടും യോഗ്യതകളോടും സ്നേഹത്തോടും കൂടി ഞങ്ങൾ കാഴ്ചവെക്കുന്നു. മൂന്നാമത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: നിത്യപിതാവേ, ഇന്നും എൻ്റെ കഴിഞ്ഞ ജീവിതകാലം മുഴുവനിലും ഞാൻ ചെയ്യാതെ പോയ നന്മകൾക്ക് പരിഹാരമായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുഹൃദയത്തെ എല്ലാ സ്നേഹത്തോടും യോഗ്യതയോടും പാടുപീടുകളോടും ചേർത്ത് അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. നമുക്ക് ഈ കാഴ്ചവെപ്പ് ഇടയ്ക്കിടെ നിത്യപിതാവിന് സമർപ്പിക്കാം. കാരണം പിതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച പുത്രൻ്റെ സഹനമാണ്, സഹനം ഏറ്റെടുത്ത ഹൃദയമാണ്. അപ്പോൾ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരമായും ചെയ്യാതെ പോയ നന്മകൾക്ക് പരിഹാരമായും ഇനി ചെയ്തു കഴിഞ്ഞ നന്മകളിലുള്ള കുറവുകൾക്ക് പരിഹാരമായും നമ്മുടെ കർത്താവിൻ്റെ തിരുഹൃദയത്തെ എല്ലാ പാടുപീടുകളോടും യോഗ്യതകളോടും സ്നേഹത്തോടും കൂടെ നിത്യപിതാവിന് കാഴ്ചവെച്ചുവിട്ട് നമുക്ക് പറയാം: ഉണ്ണീശോയെ ഞങ്ങളുടെ ഹൃദയത്തിൽ പിറക്കാനായിട്ട് പറഞ്ഞയക്കണമേ. അതിന് തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കാൻ കരുണ തോന്നണമേ എന്ന്. ഇന്ന് നമ്മുടെ ഹൃദയം ലോരേറ്റയിൽ കണ്ട നസ്രത്തിലെ വീടാണെന്ന് നമുക്ക് മനസ്സിൽ ധ്യാനിക്കാം. ആ കൊച്ചു വീട്ടിൽ ഈശോ എഴുന്നള്ളി വരാൻ, ഉണ്ണീശോ അവതരിക്കാൻ
കൃപ ചെയ്യണമേ എന്ന് ലോരേറ്റ മാതാവിൻ്റെ പ്രാർത്ഥിക്കാം. ആമീൻ. വെള്ളി നിലാവിൻ്റെ വെള്ളിത്തിരയതിൽ മിന്നിത്തിളങ്ങുന്നതാര, ദൂരെയ നീലാംബരത്തിനുമപ്പുറം റാണിയായി വാഴുന്നതാര, ത്രിലോകരാജ്ഞിയായി മേരി മഹേശ്വരി ദൈവകുമാരൻ ജനനി. മേരി മഹേശ്വരി വാഴ്ത്തിടാം നിന്നെ ഞാൻ വത്സല അമ്മയായി. നൊന്തു കരയുമ്പോൾ നിന്മക്കൾക്കാലംബം നീ മാത്രമാണെന്നും അമ്മേ. വെള്ളി നിലാവിൻ്റെ വെള്ളിത്തിരയതിൽ മിന്നിത്തിളങ്ങുന്നതാര, ദൂരെയ നീലാംബരത്തിനുമപ്പുറം റാണിയായി വാഴുന്നതാര, ത്രിലോകരാജ്ഞിയായി മേരി മഹേശ്വരി ദൈവകുമാരൻ ജനനി.